കേരളത്തിലെ തെരുവുകളിലുള്ള തെരുവ് നായകളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കണം, അക്രമകാരികളായ നായ്ക്കളെ അത് കൊല്ലുന്ന ഉൾപ്പെടെ പരിഗണിക്കണം എന്നുള്ളതാണ്. അതിലൊരു തീരുമാനം ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അത് മാറുകയാണ്. ഇപ്പോൾ ഈ വകുപ്പ് ഏതായാലും സമയത്തിനകമാണ് പ്രഖ്യാപനം വരുള്ളൂ. പക്ഷേ ഏകദേശം പാർട്ടിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന കോടതിയുടെ വിധി സത്യത്തിൽ ആശ്വാസകരമായൊരു വിധിയാണ്. അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ പഠിച്ചിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ പഞ്ചായത്തുകളെന്ന് മാത്രമല്ല, നമ്മളുടെ നാട്ടിലെ കുട്ടികൾ, പ്രായമായ ആളുകൾ, ഈ പ്രഭാത സവാരിക്കൊക്കെ ഇറങ്ങുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഈ നായ്ക്കളുമായി തെരുവ് നായ്ക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് അടിയന്തരമായി പരിശോധിച്ചിട്ട് ഈ സർക്കാർ ആ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടപെടുകയും അതിന് ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ABC സെൻ്ററുകൾ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പ്രജനനം തടയാനുള്ള സെൻ്ററുണ്ട്. അപ്പോൾ അവിടെ പിടിച്ചു കൊണ്ടുപോയ നായ്ക്കളുണ്ട്. അവരിപ്പോൾ കൊണ്ടിറക്കാൻ പറ്റില്ല, കാരണം ഈ ഓർഡർ വന്ന സാഹചര്യത്തിൽ ജനങ്ങൾ തടയും അതിന്. അപ്പോൾ അതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി പരിഗണിക്കുന്നുള്ളത് തന്നെ. സത്യത്തിൽ ഇപ്പോൾ ഈ ABC ഈ പ്രജനനങ്ങളുടെ ഇവരുടെ വളർച്ച ഈ നായ്ക്കൾ അധികരിക്കുന്നതിനെ തടയാനുള്ളൊരു ശ്രമമാണ്. പക്ഷേ അതുപോലും അത്രത്തോളം സക്സസ് അല്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ തുടർ നടപടികൾ എന്നുള്ളത് ഒരു കാര്യം ഉറപ്പാണ്, കോടതിയുടെ ഇടപെടൽ ഇതിൻ്റെ അപകടത്തെ കുറക്കാനുള്ളതാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് ഇനി അത് വിശദമായി പഠിച്ച് ആലോചിച്ചിട്ട് മാത്രമേ അതിനകത്തൊരു ഫൈനൽ സാധനം പറയാൻ കഴിയുള്ളൂ.